To my channel, Let's Learn Physics with Ashwati. So in this video we are going to discuss about how to draw an image formation ray diagram in concave and convex mirror. So in the last video we already discussed ചെയ്തിട്ടുണ്ട് എന്തെല്ലാം റൂൾസ് ആണ് 4 റൂൾസ് എന്തൊക്കെയാണ് നമ്മുടെ റേ ഡയഗ്രാം വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ളതെന്ന് ഓൾറെഡി ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഇൻ ദ കേസ് ഓഫ് എ കോൺകേവ് മിറർ there are 6 cases. 6 കേസസ് ഉണ്ട് കോൺകേവ് മിററിലെ ഇമേജ് ഫോർമേഷൻ. നമ്മൾ ഈ ഇമേജ് ഫോർമേഷൻ റേ ഡയഗ്രാം വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് സം ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഫോം ചെയ്യുന്ന ഇമേജ് ഫോം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇമേജ് വെറുതെ എങ്ങ് ഫോം ചെയ്യുമോ? ഇല്ല. ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ വി വോണ്ട് ടു പ്ലേസ് ദ ഒബ്ജക്റ്റ് ഇൻ സം ഓഫ് ദി പ്ലേസസ്. ചില പ്ലേസസിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്താണ് നമുക്ക് കറസ്പോണ്ടിങ് പ്ലേസസിൽ നമുക്ക് ഇമേജ് കിട്ടുന്നത്. സോ ഇങ്ങനെ നമ്മൾ ഇമേജ് ഫോർമേഷൻ വരയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് സം ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദാറ്റ് ഇമേജ് ഫോംഡ് whenever an object is placed at a particular place. ഓരോ ഒബ്ജക്റ്റും ഓരോ പ്ലേസിൽ വെക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് വെക്കുന്നതിന് അടിസ്ഥാനമായിട്ട് നമുക്ക് കിട്ടുന്ന ഇമേജിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇമേജ് ഫോർമേഷൻ വരയ്ക്കുന്നത്. ഓക്കെ, സോ ഇൻ ദ കോൺകേവ് മിറർ ദർ ആർ 6 കേസസ്. അതായത് 6 കേസസ് എന്ന് പറഞ്ഞാൽ 6 ഡിഫറെൻറ്റ് പ്ലേസിൽ നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നു. ആ 6 ഡിഫറെൻറ്റ് പ്ലേസസിൽ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇമേജിൻ്റെ ഫോർമേഷനിൽ ഉണ്ടാവുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ after getting an image we need to find out the position of the image, size of the image and the nature of the image. അപ്പോൾ ഒരു ഇമേജ് ഫോർമേഷൻ റേ ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇമേജിൻ്റെ പൊസിഷൻ അറിയാനായിട്ട് സാധിക്കുന്നു, ഉണ്ടാവുന്ന ഇമേജിൻ്റെ സൈസ് അറിയാനായിട്ട് സാധിക്കുന്നു. ആൻഡ് വി ഓൾസോ നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി നേച്ചർ ഓഫ് ദി ഇമേജിൻ്റെ നേച്ചർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. സോ ദാറ്റ് ഈസ് ദ മെയിൻ പർപ്പസ് ഫോർ ഡ്രോ ഇമേജ് ഫോർമേഷൻ റേ ഡയഗ്രാം. ഓക്കെ, സോ നമുക്ക് വരച്ചു തുടങ്ങാം. അപ്പോൾ 6 കേസസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. അതേപോലെ തന്നെ കോൺകേവ് മിററിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെയുള്ള കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സോ വാട്ട് ഈസ് എ പെക്യുലാരിറ്റി ഓഫ് എ കോൺകേവ് മിറർ? കോൺകേവ് മിറർ ഈസ് എ കൺവേർജിങ് മിറർ. ദാറ്റ് ഈസ് ഓൾ ദ പാരലൽ റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ കൺവേർജ് അറ്റ് എ പോയിന്റ്. ഇല്ലേ, കൺവേർജ് അറ്റ് എ പോയിന്റ് ആണ് മിറർ. ദാറ്റ് ഈസ് നോൺ ആസ് എ ഓൾസോ നോൺ ആസ് എ കൺവേർജിങ് മിറർ. അപ്പോൾ ഒരു കോൺകേവ് മിററിൻ്റെ ആദ്യം റേ ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആ കോൺകേവ് മിററിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ്സ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്. കോൺകേവ് മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കർവ്ഡ് ഇൻവേർഡ് ആയിരിക്കും. ആൻഡ് ദിസ് ഒബ്ലിക് ലൈൻസ് ആൻഡ് ഡ്രോൺ ആസ് ദി നോൺ റിഫ്ലക്റ്റിംഗ് സർഫസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലേഔട്ടൊക്കെ വരച്ചു. നെക്സ്റ്റ് വി നീഡ് ടു ഡ്രോ ദി ടേംസ് ഇൻ പ്രിൻസിപ്പിൾ ആക്സിസ്. സോ ഇനി പ്രിൻസിപ്പൽ ആക്സിസിലുള്ള എല്ലാ ടേംസും നമുക്ക് വരയ്ക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കാം. ഓക്കെ, സോ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഇനി പ്രിൻസിപ്പൽ ആക്സിസിൽ നമുക്ക് വേണ്ട ടേംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ദ പോൾ. വാട്ട് ഈസ് പോൾ? പോൾ ഈസ് ദി സെൻറ്റർ ഓഫ് ദി മിറർ. മിററിൻ്റെ സെൻറ്ററിനെയാണ് പോൾ എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് വി നീഡ് ടു ഡ്രോ ദി പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് സെൻറ്റർ ഓഫ് ഈക്വൽ ഡിസ്റ്റൻസ് എടുത്തങ്ങ് വരയ്ക്കുകയാണ്. ഒരു 3 സെൻറ്റിമീറ്റർ അപ്പാർട്ടിൽ വെച്ച് ഞാൻ ഓരോന്നങ്ങ് മാർക്ക് ചെയ്യാണ്. സോ ദിസ് ഈസ് ദി പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ഫ്രം ഹിയർ ദിസ് ഈസ് ദി സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, സോ സെൻറ്റർ ഓഫ് കർവേച്ചറും പ്രിൻസിപ്പൽ ഫോക്കസും തമ്മിലുള്ള റിലേഷനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, സോ അപ്പോൾ കോൺകേവ് മിററിൻ്റെ ഫസ്റ്റ് കേസ് നമ്മൾ വരയ്ക്കാൻ പോവാണ് അല്ലേ. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്ത് വേണം? നമുക്ക് ഒബ്ജക്റ്റിനെ ഏതെങ്കിലും ഒരു പ്ലേസിൽ കൊണ്ട് വെക്കണം അല്ലേ. സോ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു പ്ലേസ് ആൻ ഒബ്ജക്റ്റ് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ്. ഒരു ഡിസ്റ്റൻസ് മാറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസിൽ നമുക്ക് ഒബ്ജക്റ്റിനെ വെക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. സോ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കാൻ പോകുന്നത് എവിടെയാണെന്നറിയാമോ? ഇൻഫിനിറ്റി. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഡ്രോയിങ് a ray diagram of concave mirror at the position of an object is at infinity. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഇമേജിൻ്റെ പൊസിഷൻ, ഇമേജിൻ്റെ സൈസ്, ഇമേജിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ റേ ഡയഗ്രത്തിൽ കൂടി പറഞ്ഞു തരാനായിട്ട് പോകുന്നു. ഓക്കെ, സോ അങ്ങ് ഇൻഫിനിറ്റിയിൽ മാറി നമ്മളൊരു ഒബ്ജക്റ്റിനെ വരയ്ക്കുന്നു. ഒരു ഒബ്ജക്റ്റിനെ വരയ്ക്കാന്ന് പറഞ്ഞാൽ വി ആർ റെപ്രസെൻറ്റിങ് ഇറ്റ് ബൈ എ ആരോ. ഒരു ആരോ മാർക്ക് വെച്ച് നമ്മൾ ഒരു
ഒബ്ജക്റ്റിനെ വരച്ചു. ഓക്കെ, സോ ദിസ് ഈസ് എൻ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ വരച്ചു. ഓക്കെ, ഇത് ഇൻഫിനിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന റൂൾസ് നമ്മൾ ഇനി ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, എല്ലാ റേ ഡയഗ്രത്തിലും നമ്മൾ എല്ലാ 4 റൂൾസും കൂടെ അപ്ലൈ ചെയ്യുന്നില്ല. ഏതെങ്കിലും 2 റൂൾസ് മാത്രമേ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഇൻ ദിസ് കേസ് അറ്റ് ഇൻഫിനിറ്റിയിൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഫസ്റ്റ് റൂള് തന്നെ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് all the parallel rays after reflection what happens converge at a point. That particular point is known as the principal focus. അല്ലേ, ഈ ഇൻഫിനിറ്റിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കുറേ പാരലൽ റേസ്, ബിക്കോസ് ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. സോ ഓൾ ദ പാരലൽ റേസ് ആർ ഫസ്റ്റ് കേസ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിൽ നമ്മൾ ഇവിടെ ഡ്രോ ചെയ്തു. ഇനി നമ്മൾ റൂൾസ് അപ്ലൈ ചെയ്ത് റേ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പോവാണ് അല്ലേ. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഓൾ ദ പാരലൽ റേസ് ഫ്രം ദി ഒബ്ജക്റ്റ് ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ് എന്നുള്ള റൂള് നമുക്കറിയാം. സോ ആ റൂളാണ് നമ്മളിവിടെ ഫസ്റ്റ് റേ ഡയഗ്രത്തിൽ വരയ്ക്കുന്നത്. സോ നമുക്ക് വരയ്ക്കാം ഓൾ ദ പാരലൽ റേസ്, ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന പാരലൽ റേസ്. എന്തിന് പാരലൽ ആയിട്ടുള്ള റേസ്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ, റിഫ്ലക്ഷന് ശേഷം റിഫ്ലക്ഷന് ശേഷം എന്തിൽ കൂടി പാസ് ചെയ്തു പോകുന്നു? ഇറ്റ് പാസസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി പാസ് ചെയ്ത് പോകുന്നു. ഓക്കെ, റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി പാസ് ചെയ്ത് പോകുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് റൂൾ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും വരയ്ക്കാം ഓൾ ദ പാരലൽ റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ passes through the principal focus. Principal focusil കൂടി pass ചെയ്ത് പോകുന്നു. So here the arrow mark will comes like this. Okay, so അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റേ ഡയഗ്രം ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. അതായത് whenever an object is placed at infinity what happens, all the parallel rays from the object after reflection passes through its principal focus. Principal focusൽ കൂടി പാസ് ചെയ്ത് പോകുന്നു. ഇനി എവിടെയാണ് ഇവിടുത്തെ ഇമേജ് കിട്ടിയതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 പാരലൽ റേസ് നമ്മളിപ്പോൾ ഇവിടെ വരച്ച ഈ 2 പാരലൽ റേസും ഇന്റർസെക്ട് ചെയ്ത കറസ്പോണ്ടിങ് പോയിന്റ്, അറ്റ് ദാറ്റ് പോയിന്റ് വി ഗെറ്റ് ദി ഇമേജ്. ആ പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. സോ ഇവിടെ 2 റേസും വന്ന് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ദിസ് പർട്ടിക്കുലർ പോയിന്റ്. സോ ഹിയർ ഈസ് ദി ഇമേജ് ഫോംഡ്. അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ലുക്ക്, whenever an object is placed at infinity where is the position of the image? നമുക്ക് കിട്ടിയിരിക്കുന്ന ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ്? The position of the image is at F. പ്രിൻസിപ്പൽ ഫോക്കസിലാണ് ഇമേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ദ സൈസ് ഓഫ് ദി ഇമേജ്? വാട്ട് അബൌട്ട് ദ സൈസ് ഓഫ് ദി ഇമേജ്? സൈസ് ഓഫ് ദി ഇമേജ് ഈസ് ദി പോയിന്റ് സൈസ്. നോക്കി, രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഒരു പോയിന്റ് ആയിട്ടുള്ള സൈസുള്ള ഇമേജ് അല്ലേ കിട്ടുന്നത്. സോ സൈസ് ഓഫ് ദി ഇമേജ് ഈസ് പോയിന്റ് സൈസ്, ഓർ വി ക്യാൻ സേ ദാറ്റ് ഹൈലി ഡിമിനിഷ്ഡ്. ഹൈലി ഡിമിനിഷ്ഡ് സൈസ് ആണെന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, സോ whenever an object is placed at infinity the position of the image is at F and its size is point size or highly diminished Okay, then what about the nature of the image? Image in nature എന്തായിരിക്കും? We are considering the concave mirror. Concave mirror is a converging mirror, so that the nature of the image will be what? Real and inverted. Real and inverted image is plotted. Okay, so first case നമ്മൾ ഇവിടെ വരച്ചു കഴിഞ്ഞു. It is placed at the infinity. All the parallel rays from the object after reflection passes through the principal focus and there we get the image. So the position of the image is at F and the size is highly diminished or point size and the nature will be real and inverted in the case of a converging mirror. So first clear ആയല്ലോ? Okay, so നമ്മൾ ഇനി സെക്കൻഡ് കേസ് വരയ്ക്കാൻ പോവാണ്. In the second case we are placing the object ബിയോണ്ട് സി. അപ്പോൾ സെക്കൻഡ് കേസിൽ നമ്മൾ ഒബ്ജക്റ്റിനെ ബിയോണ്ട് സിയിൽ പ്ലേസ് ചെയ്യാൻ പോവാണ്. സോ whenever we are placing the object beyond C, then we need to find out where does an image formed and what are the characteristics in the case, size, nature and position of the image. So first of all we can draw an object beyond C. Beyond C-ൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നു? വരയ്ക്കാനായിട്ട് പോകുന്നു. ഓക്കെ, ബിയോണ്ട് സിയിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ വരയ്ക്കുന്നു. സിക്ക് പിന്നിലായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു. ഇനി ഈ ഒബ്ജക്ട്സിനൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം? ഓരോ പേര് കൊടുക്കാം. ഓക്കെ, ഒബ്ജക്റ്റിനൊക്കെ നമുക്ക് ഓരോ പേര് കൂടെ കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ മിററിനൊരു നെയിം കൊടുക്കാം. വി ക്യാൻ ഗീവ് ഇൻ ദിസ് മിറർ MN ആൻഡ് സെയിം ആസ് ഒബ്ജക്റ്റ് വി ക്യാൻ ഗീവ് AB. ഓക്കെ, ഒബ്ജക്റ്റ് നമ്മൾ AB എന്ന് പേര് കൊടുത്തു. പിന്നെ നമ്മൾ
ഓരോ റൂൾസ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് റൂൾ നമുക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യണം. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് റൂൾ? A ray parallel to the principal axis after reflection passes through the principal focus. അപ്പോൾ നമ്മുടെ വരയ്ക്കുമ്പോൾ ഓബ്ജക്റ്റിൻ്റെ ഹെഡ് പാർട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഒരു പാരലൽ റേ after reflection passes through the principal focus. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി പാസ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഫസ്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. സെക്കൻഡ് റൂൾ നമുക്ക് പല റൂൾസ് അറിയാം. ഫോക്കസിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ എമർജ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടെന്നറിയാം. പിന്നെ പോളിൽ കൂടി പാസ് ചെയ്യുന്ന സെയിം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന നമുക്കറിയാം. ആൻഡ് തേർഡ് റൂള് എന്തായിരുന്നു? സെൻട്രൽ കൂടി പാസ് ചെയ്ത് പോകുന്ന, സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടി പാസ് ചെയ്ത് പോകുന്ന റേ ഓഫ് ലൈറ്റ് റിഫ്ലക്ഷന് ശേഷം സെയിം പാത്ത് റിമെയിൻ ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് റൂളിൽ സിയിൽ കൂടി പാസ് ചെയ്യുന്ന റേ നമുക്ക് വരയ്ക്കാം. ഓക്കെ, സോ വരയ്ക്കുന്നത് നമ്മൾ എവിടുന്നാണോ പാരലലിസ്റ്റ് ആയിട്ട്, അതായത് ഇതാണ് ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റിൻ്റെ ഹെഡിൽ നിന്ന് തന്നെ വേണം നമ്മൾ ഇത് വരയ്ക്കുന്നതെല്ലാം വരയ്ക്കാൻ. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന റേ വരയ്ക്കാം. ഓക്കെ, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി പാസ് ചെയ്യുന്ന പോകുന്ന റേ എന്ത് ചെയ്യും? റിഫ്ലക്ഷന് ശേഷം സെയിം പാത്ത് തന്നെ അത് എന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്യുന്നു. സോ whenever the light ray passes through the center of curvature after reflection it will remain the സെയിം പാത്തിൽ കൂടി തന്നെ അത് റിമെയിൻ ചെയ്യും. പാരോ മാർക്ക് ഇങ്ങനെ വരും. സോ ഇവിടെ രണ്ട് റേയും ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് എവിടെയാ? there we get the image. അപ്പോൾ ഈ പോയിന്റിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഡ്രോ ദി ആരോ, ഒരു ആരോ വെച്ച് നമുക്ക് ഇവിടെ വരയ്ക്കാം. സോ ഇൻ ദ ഫസ്റ്റ് കേസിൽ നമുക്കൊരു പോയിന്റ് സൈസാണ് കിട്ടിയത്. അപ്പോൾ അവിടെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഈ ആരോ വരയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഇൻ ദി സെക്കൻഡ് കേസസ് നമുക്ക് എന്ത് കിട്ടുന്നു? ഇമേജ് ഈസ് ഫോംഡ് ബൈ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ടു റേസ്. ഈ രണ്ട് റേസ് ഇൻ്റർസെക്ട് ചെയ്ത് ഈ പോയിന്റിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. ഇമേജ് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഡൗൺവേർഡ് വരച്ചു? ബിക്കോസ് ദിസ് ഈസ് ദി കൺവേർജിങ് mirror and it get the real and inverted image. So ഇവിടെ കിട്ടുന്ന ഇമേജിന്റെ പ്രത്യേകത എന്താ? ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ എവിടെ കിട്ടും? ഇൻ ബിറ്റ്വീൻ ദി സി ആൻഡ് എഫ് ആൻഡ് സൈസ് ഓഫ് ദി ഇമേജ് വിൽ ബി ഡിമിനിഷ്. ഓക്കെ, സോ നമുക്ക് എഴുതാം പൊസിഷൻ എവിടെയാണ് കിട്ടുന്നത്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. whenever an object is placed beyond C, the position of the image formed is between C and F, and the size of the image will be diminished in size, and the nature of the image will be real and inverted. Okay, the second case clear ആയല്ലോ. ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു, ഫസ്റ്റ് റൂൾ അപ്ലൈ ചെയ്തു, സിയിൽ കൂടെ പാസ് ചെയ്യുന്ന റൂൾ അപ്ലൈ ചെയ്തു, ഇമേജ് നമുക്ക് ഫോം ചെയ്തു. മൂന്നാമത്തെ കേസാണ് വരയ്ക്കാൻ പോകുന്നത്. ഇൻ ദ തേർഡ് കേസ് വി ആർ പ്ലേസിങ് ദ ഒബ്ജക്റ്റ് അറ്റ് സി. നമ്മൾ ഒബ്ജക്റ്റിനെ ഇനി എവിടെയായിട്ടാണ് വെക്കാൻ പോകുന്നത്? അറ്റ് സിയിൽ. അറ്റ് സിയിൽ ഒബ്ജക്റ്റിനെ വെച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഇമേജിൻ്റെ സൈസും പൊസിഷനും നേച്ചറും എന്താ നമുക്ക് നോക്കാം. സോ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റിനെ അറ്റ് സിയിൽ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അറ്റ് സിയിൽ നമുക്ക് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യും. and we can give the name A, B. ഒബ്ജക്റ്റിന് നമ്മൾ പേര് കൊടുത്തു A, B. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് റൂൾ നമ്മളൊക്കെ അപ്ലൈ ചെയ്യാം. A ray of light parallel to the principal axis after reflection passes through the principal focus. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി പാസ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആരോസ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് ഇനി നമുക്ക് നോക്കാം. നമ്മൾ രണ്ടാമത്തെ കേസിൽ നമ്മൾ സിയിൽ കൂടെ പാസ് ചെയ്യുന്ന റൂളാണ് വരച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് സിയിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് ദി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് സി. ഒബ്ജക്റ്റ് സിയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സിയിൽ കൂടെ വരയ്ക്കുന്ന റേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ റൂളിന് പകരം നമുക്ക് സെക്കൻഡ് റൂൾ നമുക്കിവിടെ അഡോപ്റ്റ് ചെയ്യാം. എന്തായിരുന്നു സെക്കൻഡ് റൂൾ? Every ray passes through the principal focus after reflection emerge parallel to the principal axis. A ray
പാസിങ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി പാസ് ചെയ്തു പോകുന്ന റേ റിഫ്ലക്ഷന് ശേഷം എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ emerge parallel to the principal axis. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് എമേർജ് ചെയ്ത് പോകുന്നു. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് എമേർജ് ചെയ്ത് പോകുന്നു. നോക്കിക്കേ, എ റേ passes through the principal focus after reflection emerge parallel to the principal axis. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് എമേർജ് ചെയ്ത് നോക്കി, രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടുന്നത്. സോ ഹിയർ വി ഒബ്റ്റെയിൻ ആൻഡ് ഇമേജ്, നമുക്ക് ഇവിടെ ഇമേജ് കിട്ടുന്നു. ഓക്കെ, സോ ഹിയർ വി ഒബ്റ്റെയിൻ ഇമേജ്. നമുക്ക് നെയിം കൊടുക്കാം എ ഡാഷ് ബി ഡാഷ് എന്ന ഇമേജിന് നമുക്കൊരു പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്തായിരിക്കും? വെനെവർ ബി പ്ലേസ്ഡ് ഒബ്ജക്റ്റ് അറ്റ് സിയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ആഫ്റ്റർ അപ്ലൈയിങ് ദി ടു റൂൾസ് വി ഗെറ്റ് ആൻ ഇമേജ് ആൻഡ് ദി പൊസിഷൻ ഓഫ് ദി ഇമേജ് വിൽ ബി അറ്റ് സി ഇറ്റ്സെൽഫ്. ഇമേജിൻ്റെ പൊസിഷൻ എവിടെ തന്നെയായിരിക്കും? അറ്റ് സിയിൽ തന്നെ നമുക്ക് ഇമേജ് കിട്ടുന്നു. അതേപോലെ തന്നെ വാട്ട് വിൽ ബി ദി സൈസ് ഓഫ് ദി ഇമേജ്? ഇമേജിൻ്റെ സൈസിൻ്റെ നെയിം എന്തായിരിക്കും? Size of the image will be same size of the object. Same size of the object. ഒബ്ജക്റ്റിൻ്റെ സൈസ് എത്രയാണോ ആ സൈസ് തന്നെ ആയിരിക്കും ഇവിടെ ഇമേജിനും കിട്ടുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദ നേച്ചർ? നേച്ചർ വിൽ ബി റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഓക്കെ, and the nature will be real and inverted. So in the third case, whenever we are placing the object at C, we are applying two laws, first law and the second law. Parallelly, after reflection passes through the principal focus and a ray of light passes through the principal focus, after reflection it will emerge parallel to the principal axis. Then the two rays will intersect at this point. At this point we get the images. The nature of the image will be real and inverted, and the size of the image will be same size of the as the object, and the position of the image will be at C itself. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ നമ്മുടെ ഒബ്ജക്റ്റ് സിയിൽ വെക്കുമ്പോൾ കിട്ടുന്ന ഇമേജ് ഫോർമേഷൻ്റെ പെക്യുലർ. സോ നമ്മൾ അടുത്ത ഫോർത്ത് കേസ് റേ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. നൗ വി ആർ പ്ലേസിംഗ് ദ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സോ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്താണ്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിക്കും എഫിൻ്റെ ഇടയ്ക്ക്, അതായത് ഈ പ്ലേസിൽ നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, സിക്കും എഫിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇമേജ് എവിടെ കിട്ടുന്നു നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വരയ്ക്കണം? നമുക്കൊരു ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ സി ആൻഡ് എഫ് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ബിറ്റ്വീൻ സിയുടെ എഫിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഒബ്ജക്റ്റിനെ വരച്ചു. ഓക്കെ, എ ബി, നെയിം ഓഫ് ദി ഒബ്ജക്റ്റ്. സോ ഇവിടെ അപ്പോൾ നമ്മൾക്ക് ഏതൊക്കെ റൂൾ അപ്ലൈ ചെയ്യാം? ഒബ്വിയസ്ലി ഫസ്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. പാരലൽ റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി പാസ് ചെയ്തു പോകുന്ന റേ നമ്മൾ വരയ്ക്കുന്നു. അതിനുശേഷം അടുത്ത നമുക്ക് ഏത് റൂൾ അപ്ലൈ ചെയ്യാം? സിയിൽ കൂടിയുള്ള റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് റൂൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഈ ഓബ്ജക്റ്റ് വരച്ചതിൻ്റെ ടിപ്പിൽ നിന്ന് നമ്മൾ പാരലൽ റേ after reflection passes through the principal focus. Okay, principal focusൽ കൂടി പാസ് ചെയ്തു പോകുന്നു. പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടിയാണ് നമ്മൾ വരച്ചു. നമ്മുടെ ഫസ്റ്റ് റൂള് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ തേർഡ് റൂൾ, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി പാസ് ചെയ്തു പോകുന്ന റൂള് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, നോക്കിയേ, അപ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി പാസ് ചെയ്തു പോകുന്ന റൂള് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? നമ്മൾ എന്ത് വരച്ചാലും പാസ് ചെയ്ത് പോകേണ്ടത് ഏതിൽ കൂടിയാണ്? നമ്മുടെ ഓബ്ജക്റ്റിൻ്റെ ഈ ഹെഡ് പാർട്ടിൽ കൂടി. ഓക്കെ, ഒബ്ജക്റ്റിൽ നിന്ന് സിയിൽ കൂടി പാസ് ചെയ്തു പോകുന്ന റേ വരച്ച് കഴിഞ്ഞാൽ സെയിം പാത്തിൽ കൂടി തന്നെ അത് റിഫ്ലക്ഷന് ശേഷം സെയിം പാത്തിൽ കൂടി തന്നെ അത് റിഫ്ലക്ട്. നമ്മൾ ഈ രണ്ട് റൂൾസും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻ്റർസെക്റ്റ് ചെയ്ത് കിട്ടിയത് എവിടെയാണോ അവിടെയാണ് എന്തുണ്ടാകുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. സോ ദി ഇമേജ് ഫോംഡ് ഹിയർ. ഓക്കെ, സോ അവിടെ നമുക്ക് ഇമേജിനെ പ്ലോട്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഇമേജ് കിട്ടി എ ഡാഷ്. അപ്പോൾ നമുക്ക് ഇമേജ് എവിടെ കിട്ടുന്നു? ബിറ്റ്വീൻ സി ആൻഡ് എഫിൻ്റെ ഇമേജ് നമുക്ക് ഈ പോയിന്റിലായിട്ട് കിട്ടുന്നു. ഇൻ്റർസെക്റ്റ് ചെയ്ത് രണ്ട് റേസും ഇൻ്റർസെക്റ്റ് ചെയ്ത് ഈ പോയിന്റിൽ നമുക്ക് ഇമേജ് കിട്ടുന്നു. ഓക്കെ, സോ ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് പൊസിഷൻ ഓഫ് ദി ഇമേജ് വിൽ ബി ബിയോണ്ട് സി. പൊസിഷൻ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ബിയോണ്ട് സി. And the size of the image will be, what will be the size of the image? Size of the image will be enlarged image. Okay, an enlarged image kittunnu. And what about the nature of the image? Nature of the image will be real and inverted. Okay, so whenever we are placing the object between C and F, the position of the image will be beyond C. Beyond C. Size of the image will be enlarged size, and nature will be real and inverted. Okay, so this is in the case of an object is placed in between C and F. Okay, so next നമ്മൾ ഒബ്ജക്റ്റിനെ അറ്റ് എഫിൽ പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഡ്രോ ആൻ ഒബ്ജക്റ്റ് അറ്റ് എഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഫിൽ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുന്നു. വി ക്യാൻ ഗീവ് ദ നെയിം എ ബി. ഓക്കെ, സോ ഫസ്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എവറി പാരലൽ റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ passes through the principal focus. Principal focusൽ കൂടി റിഫ്ലക്ഷന് ശേഷം പാരലൽ റേ പാസ് ചെയ്തു പോകുന്നു. ഓക്കെ, സോ ഹിയർ വി അപ്ലൈ ദി ഫസ്റ്റ് ലോ. ഫസ്റ്റ് റൂൾ നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഏത് റൂൾ അപ്ലൈ ചെയ്യാം? ഇവിടെ സിയിൽ കൂടി പാസ് ചെയ്യുന്ന റൂൾ, എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദി സെൻറ്റർ ഓഫ് കർവേച്ചർ. സോ വി ക്യാൻ ഡ്രോ okay, now we can draw a ray that passing through the center of curvature. So after reflection it will follow the same path. It will follow the same path. Reflection ശേഷം അത് എന്ത് ചെയ്യുന്നു? സെയിം പാത്തിൽ തന്നെ ഫോളോ ചെയ്യുന്നു. സോ ദാറ്റ് വി മീറ്റ് സംവെയർ ഇൻ ഇൻഫിനിറ്റി. എവിടെയോ ഇൻഫിനിറ്റിയിൽ എവിടെയോ ചെന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, സോ വെനെവർ വി ആർ പ്ലേസിംഗ് an object at F, the position of the image will be get at infinity. And what will be the size of the image? We are getting the image at infinity. Then what will be the peculiarity of the size? The size will be highly enlarged in size. What about the size? Size will be highly enlarged size. Okay, and what about the nature of the image? It will be real and inverted. Okay, അപ്പോൾ ഒബ്ജക്റ്റിനെ നമ്മൾ എഫിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ഫസ്റ്റ് റൂൾ അപ്ലൈ ചെയ്തു, സിയിൽ കൂടെ പാസ് ചെയ്യുന്ന റൂൾ അപ്ലൈ ചെയ്തു. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് എന്ത് ചെയ്യുന്നു? ഇൻഫിനിറ്റിയിൽ എവിടെയോ ചെന്നായിരിക്കും ഇത് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇൻ്റർസെക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ദാറ്റ് we can draw like this. So it will be intersect somewhere in the infinity. Infinity എവിടെയോ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? intersect ചെയ്യുന്നുണ്ട്. So that the position of the image will be at infinity and size of the image will be highly enlarged and the nature will be real and inverted. Okay, so next നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് കേസ് ഓഫ് കോൺകേവ് മിറർ ആണ്. അതായത് സിക്സ്ത് കേസ്, ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് പോൾ. പ്രിൻസിപ്പൽ ഫോക്കസിനും പോളിനും ഇടയ്ക്ക് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. സോ ദിസ് ഈസ് ദി ലാസ്റ്റ് കേസ് ഇൻ കോൺകേവ് മിറർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഡ്രോ ദി ഒബ്ജക്റ്റ് ഇൻ ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് പോൾ. നമുക്ക് ഒബ്ജക്റ്റിനെ വരയ്ക്കാം. ഓക്കെ, ഇൻ ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് പോൾ വി ക്യാൻ ഡ്രോ ആൻ ഒബ്ജക്റ്റ്. Okay, here we can give name mn to the mirror and here we can give name ab to the. അപ്പോൾ നമ്മളിവിടെ
യൂസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് റൂൾ നമ്മൾ അതായത് ഓൾ ദ പാരലൽ റേസ് ഫ്രം ദ ഒബ്ജക്റ്റ് ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നുള്ള റൂൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നില്ല. നോക്കിയേ, ഫോക്കസ് എവിടെയാണ് കിടക്കുന്നത്? ബിഹൈൻഡ് ദി ഒബ്ജക്റ്റ് ആണ് കിടക്കുന്നത്. സോ നമുക്ക് ഏത് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യാം? നമുക്ക് പോളിൽ കൂടി പാസ് ചെയ്തു പോകുന്ന റൂൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ray passing through the pole after reflection, it will create equal angle of incidence and equal angle of reflection. Okay, അപ്പോൾ പോളിൽ കൂടി പാസ് ചെയ്ത് പോകുന്നവരെ നമ്മൾ വരച്ചു. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഏത് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യാം? വി ക്യാൻ അപ്ലൈ ദ റൂൾ ദാറ്റ് ray of light passing through the center of curvature. Okay, center of curvature കൂടി പാസ് ചെയ്ത് പോകുന്ന ഒബ്ജക്റ്റിൽ നിന്ന് പാസ് ചെയ്ത് പോകുന്ന റേ നമുക്ക് വരയ്ക്കാം. ഓക്കെ, that means it will remain the same path. Okay, so here we can give the arrow mark. Now look what happens to the images. നോക്കിക്കേ, ഇത് നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അല്ലേ? നോക്ക്, ദിസ് ഈസ് നോട്ട് എ പാരലൽ റേ. ഇതിപ്പോൾ ഇങ്ങനെ പോയാൽ ഇതൊരു പാരലൽ റേ അല്ല അല്ലേ? പക്ഷേ എന്ത് ചെയ്യുന്നു? ഇത് എവിടെയും ചെന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ബട്ട് വൈൽ വി എക്സ്റ്റെൻഡിങ് ദീസ് ടു റേസ് വാട്ട് ഹാപ്പൻസ്? ഇതെന്ത് ചെയ്യുന്നു? നമുക്ക് ബിഹൈൻഡ് ദ മിററിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇതെന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. വി ക്യാൻ എക്സ്റ്റെൻഡ് ദീസ് റേ ഓഫ് ലൈറ്റ്. ഓക്കെ, and same as that this ray of light can be extended. Okay, look what happens. We get an behind the mirror so that we get image here. Okay, A dash B dash. What is the peculiarity of the image formed? The image we get when object is placed in between principal focus and pole is virtual and erect. And what about the size of the image? The size of the image will be enlarged. And what about the position of the image? The position of the image will be on the other side of the mirror or behind the mirror. So we can write position of the image will be behind the mirror. Okay, position will be behind the mirror and size will be enlarged and nature will be virtual and erect. Okay, അപ്പോൾ നമ്മൾ കോൺകേവ് മിററിൻ്റെ 6 കേസസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കോൺകേവ് മിററിൻ്റെ 6 കേസസിൽ 5 കേസസ് ഇറ്റ് ഈസ് real and inverted image, and in the case of last 6th case, that whenever the object is placed in between pole and principal focus, the image is formed behind the mirror with the enlarged image in virtual and erect in nature. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കോൺകേവ് മിററിൻ്റെ കേസിൽ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിനി കോൺവെക്സ് മിററിൻ്റെ കേസിൽ പഠിക്കാം. ഇൻ ദി കോൺവെക്സ് മിറർ there are only 2 cases, at infinity and between infinity and pole. ഇങ്ങനെ 2 കേസസിൽ മാത്രം നമുക്ക് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത് ഇമേജ് പ്ലോട്ട് ചെയ്താൽ മതി. സോ we can discuss at the first case എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ before that, just have a concept of convex mirror. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കോൺവെക്സ് മിററിൻ്റെ കാര്യം. ഇറ്റ് ഈസ് കർവ്ഡ് ഔട്ട്വേർഡ്. ആൻഡ് വാട്ട് അബൌട്ട് ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ? ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ ഓൺ ദി വിച്ച് സൈഡ്? റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ? ഇവിടെ ആയിരിക്കും. അപ്പോൾ സോ ഹിയർ ഇറ്റ് ഈസ് ദി പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ഹിയർ ഈസ് ദി സെൻറ്റർ ഓഫ് കർവേച്ചർ. ദിസ് ഈസ് ദ പോൾ ആൻഡ് ഹിയർ വി ക്യാൻ റിട്ടേൺ ആസ് എ MN curvature. Okay, so first of all we are drawing whenever an object is placed at ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി മാറി നമുക്കൊരു ഇൻഫിനിറ്റിയിൽ നൗ വി ആർ പ്ലേസിങ് ആൻ ഒബ്ജക്റ്റ്. ഇൻഫിനിറ്റിയിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, വി ആർ പ്ലേസിങ് ആൻ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്ക് ഏത് റൂൾ അപ്ലൈ ചെയ്യാം?
every parallel rays after reflection in convex mirror, what happens? It will diverge to the principal focus. അല്ലേ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ നമ്മൾ ഇൻഫിനിറ്റിയിൽ കുറേ ഡിസ്റ്റൻസ് മാറി ഇൻഫിനിറ്റിയിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന പാരലൽ റേസ്, ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന പാരലൽ റേസ് എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റിംഗ് സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യുന്നു? ഇൻസിഡൻറ്റ് ചെയ്തിട്ട് ഇറ്റ് വിൽ മൂവ് അവേ ഫ്രം ദി റിഫ്ലക്റ്റിംഗ് സർഫസ്. റിഫ്ലക്റ്റിംഗ് സർഫസിൽ നിന്ന് അത് തിരിച്ച് it will move away from the reflecting surface, and what happens? It will diverge to the point. Diverge ചെയ്തൊരു പോയിന്റിലേക്ക് എത്തുന്നു, isn't it? It will be diverged to a point. So this is the ray diagram in case of whenever an object is placed at infinity. So what we will get? We get the position of the image. The position of the image will be get at principal focus. And what will be the size of the image? Size of the image will be point size or highly diminished. From the nature will be virtual and erect. Here it will be the point sized or highly diminished image, but the nature of the image will be virtual and erect in the convex mirror, because convex mirror is a diverging mirror. So we can write down the position of the image. Position of the image will be at focus behind the mirror. So at focus behind the mirror, okay. And what about the size? Will be highly diminished or point sized image, okay. Next, nature will be virtual and erect, okay. So നെക്സ്റ്റ് കോൺവെക്സ് മിററിൻ്റെ സെക്കൻഡ് കേസ് ആൻഡ് ദ ലാസ്റ്റ് കേസാണ്. അതായത് ഒബ്ജക്റ്റിനെ നമ്മൾ ഇനിയും പ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇൻ ബിറ്റ്വീൻ ദി ഇൻഫിനിറ്റി ആൻഡ് പോൾ, ഓക്കെ. സോ ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഇമേജ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് നോക്കാം, ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാ ടേംസും എല്ലാം ഡ്രോ ചെയ്തു. ഇനി ഇൻഫിനിറ്റിക്കും, അതായത് ഇൻഫിനിറ്റിക്കും, ഓക്കെ, ഇൻഫിനിറ്റിക്കും പോളിൻ്റെയും ഇടയ്ക്ക് എവിടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഹിയർ വി ക്യാൻ പ്ലേസ് ദി ഒബ്ജക്റ്റ്. നമുക്ക് ഒബ്ജക്റ്റിനെ ഇവിടെ പ്ലേസ് ചെയ്യാം, ഓക്കെ. വി ക്യാൻ ഗിവ് നെയിം എ ബി, ഓക്കെ. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റിക്കും പോളിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു. സോ നെക്സ്റ്റ് നമുക്ക് ഒരു റൂൾ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. പാരലൽ റേസ് after reflection it will diverge to a point, okay. ഇത് ചെയ്തു പോകുന്നു. റിഫ്ലക്ഷന് ശേഷം പാരലൽ റേ get diverged to a point is known as principal focus, okay. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഏത് റൂൾ അപ്ലൈ ചെയ്യാം? കോൺവെക്സ് മിററിൻ്റെ കേസിൽ നമുക്ക് സിയിൽ കൂടി പാസ് ചെയ്യുന്ന റൂൾ അപ്ലൈ ചെയ്യാം, ഓക്കെ. സോ നെക്സ്റ്റ് വി ക്യാൻ ഡ്രോ ray of light passing through the center of curvature, okay. So here we can draw a ray of light passing through the center of curvature. Here we get reflection. So whenever you are drawing the ray diagram, you must needed to draw the arrow mark, okay. Arrow mark ida marakirudhu. So wherever the intersection point, we can see here two rays intersect each other, so that we will get image at this particular point, okay. We will get the image here. Where will be the image here? We get the image in between pole and focus. So where does we obtain the image? We get image, position of the image will be between pole and principal focus. And what about the size of the image? Size will be diminished in size. And what about the nature of the image? The nature will be virtual and erect.
in the case of convex mirror. So in the convex mirror there are only two conditions: an object is placed at infinity and the position of the object in between infinity and pole. So in the first cases we understand that whenever we are placing object at infinity, image will be at focus and behind the mirror with highly diminished in size at the virtual and erect in nature. Same as that, whenever we are placing the object between infinity and pole, we will get the position of the image in between pole and focus, and image size will be diminished with the virtual and erect in nature. So these all are the rules that we are applying to draw image formation in concave and convex mirror. അപ്പോൾ ഈ രണ്ട് കേസസിലും കോൺകേവിൻ്റെ കേസസിൽ there are 6 cases and in convex mirror there are 2 cases. Convex mirror is a diverging mirror so that we get virtual and erect images. But in the cases of concave mirror, it is a converging mirror. Out of 6, 5 are real and inverted, and one exceptional case is virtual and erect. Okay, so in the next video we will discuss about the applications of concave and convex mirror. Thanks for watching.